ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മടക്കി പൊരിച്ചത്. ഇത് നമ്മുടെ ഫുഡ് ജെറ്റിൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് എടുക്കുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളി ഇതുപോലെ ഏകദേശം ഒരു മീഡിയം കുക്കായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും ചിക്കൻ മസാല പൗഡറും കുരുമുളക് പൊടിയും ഉപ്പും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതൊരു കറക്റ്റ് വേവായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില പുതിന ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് എന്താ വെച്ചാൽ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും ഉരുളക്കിഴങ്ങുമാണ്. ഇത് ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങും ഇതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇത് വേവിച്ചെടുക്കുന്നൊന്നുമില്ല. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് സമൂസ ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 സമൂസ ഷീറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഒന്നിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 4 സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ഇത്. അതായത് ഒരു 3 ടീസ്പൂൺ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഓരോ സൈഡിലും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ റസ്ക് പൗഡറിലോ അല്ലെങ്കിൽ ബ്രെഡ് പൗഡർ വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ എത്ര എണ്ണാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അത്രയും തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മടക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഈവനിങ് സ്നാക്കായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു പുതുപുത്തൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്